നവകേരളം പുതുവഴികൾ എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. 10ാം വർഷത്തിലേക്ക്, അതായത് പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആഡ് കൊടുത്തിട്ടുള്ളതാണ്. ആരെ പറ്റിക്കാനാണ്? തൃശ്ശൂർ നമ്മളുടെ മോഡൽ ബോയ്സ് സ്കൂളിൻ്റെ തൊട്ട് മുന്നിലുള്ള നടപ്പാതയാണത്. ഓക്കെ, ഈ നടപ്പാത നോക്കൂ, അത് ഈ ടൈലും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ രീതിയിലാണ് ഇവിടെ കെടുക്കുന്നത്. നശിച്ച് കെടുക്കുന്ന ഒരു അവസ്ഥ. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച പുതുവഴികൾ എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങൾ പറയുന്ന ഈ പുതുവഴി എന്ന് പറയുന്നത്? ഇതാണോ ഈ പാതയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, അവിടത്തോളം വരെ ഈ ടൈലുകൾ നടന്നുകൊണ്ടിരിക്കുക, പൊട്ടിക്കെടുക്കുകയാണ്. ഈ പറയുന്ന ഗവൺമെൻറ് സ്കൂളിൽ ചെറിയ കുട്ടികൾ നടക്കുന്ന നടപ്പാതയാണത്. വേറൊരു വഴിയും കൂടിയുണ്ട്. നമ്മുടെ സാക്രഡ് ഹൈസ്കൂളും UP സ്കൂളും എല്ലാം കൂടിയിട്ടുള്ള സ്കൂളുണ്ട്. ഓക്കെ, സാക്രഡ് ഹാർട്ട് UP സ്കൂള്. ഇതൊക്കെ തൃശ്ശൂർ സെൻട്രലാണ് വരുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെയൊക്കെ നടപ്പാത എന്ന് പറയുന്നത് തകർന്ന് കെടുക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഇതാണോ നവകേരളം പുതുവഴികൾ എന്ന് പറഞ്ഞിട്ട് പിണറായി സർക്കാരിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്? ഏത് ജനതയെ പറ്റിക്കാനാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ജനതയെ പറ്റിക്കാൻ? ഏത് ജനതയെ പറ്റിക്കാനാണ് ഇതുപോലെ ടൈലും കാര്യങ്ങളും പൊട്ടിയിട്ടുള്ള ഈ പറയുന്ന നടപ്പാതകൾ പുതുവഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്? നിങ്ങൾ ഇനി ഇപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്താലും, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്താലും അതിനെതിരെ ഇവിടെ തകർന്ന് കെടുക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ ജനങ്ങൾക്കുണ്ട് എന്ന് ആദ്യം ഓർമ്മിച്ചിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ആഡുകൾ ചെയ്യാം. അതായത് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാതയാണിത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സാക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണോ പിണറായി വിജയൻ സർക്കാരിൻ്റെ പുതുവഴികൾ എന്ന് പറയുന്നത്? ഈ തകർന്ന് എടുക്കുന്നതാണോ? കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാതയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയ ബ്ലോക്കാണ്. നടപ്പാത നോക്കൂ, ഇതാണോ നവകേരളം പുതുവഴികൾ? സാക്രഡ് ഹാർട്ട് കോൺവെൻ്റ് ആണ്. UP സ്കൂൾ തൊട്ടിട്ട് ഹൈസ്കൂൾ വരെയുള്ള ഇതാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ. അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാണിപ്പോൾ. കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാത പോലും ഈ രീതിയിൽ കെടുക്കുകയാണ്. എന്നിട്ടാണ് അവരുടെ ആഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നോക്കൂ, ഊരുള്ളം കല്ലുകളാണ്. വളവിൻ്റെ അവിടെയാണ് കെടുക്കുന്നത് കേട്ടോ. വളവിൻ്റെ അവിടെ കെടുക്കുന്ന ഊരുള്ളം കല്ലുകൾ, ബൈക്ക് കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ആക്സിഡൻ്റ് ആവും എന്നുള്ളത് നോക്കൂ. നോക്കൂ, ഈ നടപ്പാതകളും കാര്യങ്ങളും കണ്ടിട്ട് ഈ നവകേരളം പുതുവഴികളിലാണോ? ഇപ്പോഴും തകർന്ന് കെടുക്കുന്ന വഴികളിലാണ്. ഓക്കെ, തകർന്ന് കെടുക്കുകയാണ്. ഇതിലൊക്കെ കുട്ടികൾ ചവിട്ടാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. മോഡൽ ബോയ്സ് തൊട്ടിട്ട്, മോഡൽ ബോയ്സിൻ്റെ ഇപ്പുറത്തെ സൈഡ് മാത്രമല്ല അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തകർന്ന് കെടുക്കുകയാണ്. ഇതേത് രീതിയിലാണ് പുതുവഴികളായിട്ട് പരിണമിക്കുന്നത് എന്നുള്ളതാണ്. തകർന്ന് കെടുക്കുന്ന ഈ വഴികളാണോ നിങ്ങൾ ഉദ്ദേശിച്ച പുതുവഴികളെന്ന് ചോദിച്ചുകൊണ്ട് ബൈ.